14 വയസ്സുള്ളപ്പോൾ പാർട്ടിക്കാരനായതാണ്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാര്യം പറയാനൊക്കെയില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തലയ്ക്ക് 5000 രൂപ വിലയാണ്. ആ വീട് വിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിലിച്ച് ജോലിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, സാമ്പത്തികമുള്ളവരായിരുന്നു. അപ്പം മേലെ ചെയ്തേച്ച് കൂലി ചോദിച്ചാൽ അത് രാവിലെ മുതൽ അന്ത്യ വരെ പണിതാലും തൃപ്തിയായാലും ആ കൂലി ചോദിച്ചാൽ എൻ്റെ തമ്പ പല്ലാൻ ചെല്ലുക. ഞാൻ പറഞ്ഞത് അത് പണിയില്ല, അവർ അധ്വാനിച്ചിട്ട് നമ്മളും കൂടെ തിന്നുന്നതെന്നുള്ള ഓർമ്മ വെച്ച് ചോദിക്കാതെ കൊണ്ട് കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. നീ അവരുടെ സൈഡാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു. എന്നാൽ നിനക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാമെന്ന് പറഞ്ഞു. പാലായി വന്ന് ഞാൻ ഒരു പാർട്ടി സംഘടന ഉണ്ടാക്കി അവിടെ ഒരു വീട്ടിൽ തേങ്ങാപ്പണിക്ക് നിന്നു. അങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ 57 EMS ഭരണം കിട്ടുന്നു. വീണ്ടും വീട്ടിൽ വന്നു. ചില ജോലിക്കാരെല്ലാം മരിച്ചു പോയി, ചിലരുണ്ട്. അവരോട് ചോദിച്ചു ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? പഴയതിനും കഷ്ടമാണ്, കൂലിയൊന്നും ശരിക്കും തരുന്നില്ല, കൂട്ടിയും തരികയായിരുന്നു. അല്ല ഞാൻ കൂട്ടി തരും, നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുമോയെന്ന് ചോദിച്ചോ, നിൽക്കാവുന്നു. ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിനോടും ഞാൻ യോജിക്കുകയാണ്. തീർച്ചയായിട്ടും അതങ്ങനെയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണല്ലോ. ഈ 5 ലക്ഷം പേരിൽ ഒരാൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും പാർട്ടി ബ്രാഞ്ചിലിരിക്കുന്ന സാഹചര്യമുണ്ട്. അതൊന്നും അറിയാൻ വയ്യഞ്ഞിട്ടല്ല. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്നെ എടുത്തോ എടുത്തില്ലയോ എന്നുള്ളതല്ല ബാധിക്കുന്ന പ്രശ്നം. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നതും, നിങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നമല്ല. ഇനി മറ്റൊരു വ്യത്യസ്തനെ കാണാം നമുക്ക്. സമ്മേളനം കഴിയുകയാണ്. അതെ, സ്റ്റേറ്റ് നേതാക്കന്മാരോട് പറയൂ. ഇല്ല ഈ യുവാക്കൾക്കൊക്കെ നൽകിയിരിക്കുന്ന പ്രാതിനിധ്യം ജയരാജനെ കാണുന്നുണ്ട്. നോക്കാം. വ്യത്യസ്തനായ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കഥ കൂടെ കേൾക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 46 കൊല്ലം പ്രവർത്തിച്ച ആണ് ഞാൻ. നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ 6 വയസ്സാണ് എനിക്കുള്ളത്. അന്ന് കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. അതൊന്നും പറഞ്ഞു പഠിക്കുന്നതും കമ്മ്യൂണിസ്റ്റാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു പാർട്ടിക്കാർ ഒരു കാര്യം ചെന്ന് പറഞ്ഞാലും അവരാരും നടത്തി തന്നിട്ടില്ല. ഇപ്പൊ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുമാണ്. എന്ന് തൊഴിലുറപ്പിന് പോകുമായിരുന്നു. അമ്മ വിഷമിക്കേണ്ട. കമ്മ്യൂണിസ്റ്റുകളായ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കണമേ. അമ്മയെ മനസ്സിലാക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തറയിൽ കിടന്ന് ഉരുണ്ട് ചാണകം പോയ വീടായിരുന്നു. ചായപ്പിന്റെ മുടി കൊണ്ടുപോയി കുളിപ്പിച്ച് ചായക്കടയിൽ കൊണ്ടുപോയി ഒരു ദോശയും വാശി തന്ന് ഈ ഗ്ലാസ് വന്ന് വിളിപ്പിച്ചതാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാനത്തിലെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിൻ്റെ ചില ബാക്കി പത്രങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ 92 വയസ്സുള്ളൊരു മനുഷ്യൻ പാലായിൽ നിന്ന് കാൽനടയായി കൊല്ലം വരെ ചെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറ്റുള്ള കാഴ്ചകൾ നിങ്ങൾ തന്നെ, പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക. കട്ടൻ ചായയും പരിപ്പുവടയും മാത്രം കഴിച്ച് തൊഴിലാളികളെ അങ്ങോട്ട് ചെന്ന് കണ്ട് അവരുടെ ആവശ്യങ്ങളെ ബോധ്യപ്പെടുത്തി സമരം ചെയ്തിരുന്ന ഒരു പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്നത് വരെ ആ പാർട്ടി എത്തിച്ചേർന്നു എന്നുള്ളതും നാം കാണുന്നു. ആ അപ്പകഷ്ടങ്ങളുടെ പങ്കുപറ്റാൻ സ്ഥാനമാനങ്ങളില്ലാതെ ഈ പാർട്ടിയിൽ എങ്ങനെയാണ് കഴിയുക? അതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രശ്നം. എന്നിരുന്നാലും ആ 92കാരൻ സഖാവ് തരുന്ന വീര്യം നമുക്ക് ചില പ്രതീക്ഷകൾ ബാക്കി വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.